ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും അറിയാം മൈക്രോമാക്സ് എന്ന പേരുള്ള ഇന്ത്യൻ കമ്പനി ഒരു തിരിച്ചു വരവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അവർ പറഞ്ഞതനുസരിച്ച് അല്ലെങ്കിൽ ഇനീഷ്യൽ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ഒരു വർഷത്തിനുള്ളിൽ 20 സ്മാർട്ട് ഫോൺസ് ആണ് മൈക്രോമാക്സ് ഇറക്കാൻ പോകുന്നത്. അങ്ങനെയാണ് അവർ ഫസ്റ്റ് പറഞ്ഞത്. പക്ഷേ അതിപ്പം പോസിബിൾ ആണോ എന്നറിയില്ല. പക്ഷേ എന്തായാലും ഈ വരാൻ പോകുന്ന നവംബർ ഫസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ നവംബറിൽ എന്തായാലും 3 സ്മാർട്ട് ഫോൺസ് മൈക്രോമാക്സിൻ്റെ സൈഡിൽ നിന്നുള്ള 3 സ്മാർട്ട് ഫോൺസ് വരുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺസിനെ കുറിച്ചുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഡീറ്റെയിൽസും പിന്നെ എന്താണ് മൈക്രോമാക്സിൻ്റെ പ്ലാൻ, അവരുടെ ഫ്യൂച്ചർ പ്ലാനൊക്കെ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അവരൊക്കെ ചെയ്യാൻ പോകുന്നത്, ഇതിനെക്കുറിച്ചും ഡീറ്റെയിൽസൊക്കെ വന്നിട്ടുണ്ട്. സോ അതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. കാരണം തീർച്ചയായിട്ടും ഒരു ഇന്ത്യൻ സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഈ ഒരു നമ്മളിപ്പം ചുറ്റും ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടല്ലേ, ചൈനീസ് നോൺ ചൈനീസ് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. സോ ഈ ഒരു കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡിൽ പിന്നെ കോമ്പറ്റീഷനുള്ള ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നമ്മുടെ സ്വന്തം ഒരു ഇന്ത്യൻ സ്മാർട്ട് ഫോൺ ബ്രാൻഡ് വരുമ്പോഴേക്കും നമുക്ക് ഒരു ചെറിയ എക്സൈറ്റ്മെൻറ്റും പ്രതീക്ഷയൊക്കെ ഉണ്ട്. സോ നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, സോ അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. മൈക്രോമാക്സിൻ്റെ ഫൗണ്ടറും ഹെഡുമായ രാഹുൽ ശർമ്മ പറഞ്ഞൊരു സംഭവമാണ്. ഇത് ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് എടുത്തൊരു ഡിസിഷനൊന്നുമല്ല. കാരണം ആ ഒരു ഓഗസ്റ്റ് ജൂലൈ ടൈം പീരീഡിലായിരുന്നു ഈ ഒരു ആൻറ്റി ചൈനീസ് ഒരു സെൻറ്റിമെൻറ്റ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ആ സമയത്ത് ഭയങ്കര രീതിയിൽ ഒരു കത്തി നിൽക്കുന്നൊരു സംഭവമായിരുന്നു ആൻറ്റി ചൈനീസ് സെൻറ്റിമെൻറ്റ്. ആ സമയത്താണ് മൈക്രോമാക്സ് അവരുടെ അനൗൺസ്മെൻറ്റ് നടത്തിയത്. എന്നാലും അവർ പറയുന്നതനുസരിച്ച് അത് ഓൾറെഡി പ്ലാൻഡ് ആയ ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു. കാരണം നമുക്കറിയാമല്ലോ, ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് മറ്റേ തട്ടിക്കൂട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല, ഒരുപാട് പ്ലാനിങ് വേണം. സോ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് മൈക്രോമാക്സ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലാനിങ് ആണ്. അതിൻ്റെ ഒരു പ്രതിഫലമായിട്ടാണ് ഇപ്പം അടുത്ത മാസം വരാൻ പോകുന്ന 3 ഫോണുകൾ. 2-3 വർഷമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന മൈക്രോമാക്സ് ഇപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് എഴുന്നേറ്റ് വന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു PLI സ്കീം വന്നിട്ടുണ്ട്. PLI സ്കീം അനുസരിച്ച് ലാർജ് സ്കെയിൽ ഇലക്ട്രോണിക്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾക്ക് 5-6% വരെ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇന്ത്യൻ ബേസ്ഡ്, സോ ഇവിടെ രജിസ്റ്റേർഡ് ആയ നമ്മുടെ സ്വന്തം ഇന്ത്യൻ കമ്പനീസിന് ആ ഒരു ഇൻസെൻറ്റീവ്സ് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഫോറിൻ കമ്പനീസ്, ഫോർ എക്സാമ്പിൾ ആപ്പിൾ ആയാലും സാംസങ് ആയാലും വേറെ ഏത് LG ആയാലും ഏത് ഫോറിൻ കമ്പനി ആയാലും അവർക്ക് ഇന്ത്യയിൽ പ്ലാൻ തുടങ്ങാൻ പറ്റുമെങ്കിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു ഇൻസെൻറ്റീവ് കിട്ടുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ ആത്മനിർഭർ സംഭവം ഉണ്ടല്ലോ, ഇപ്പം ഇന്ത്യൻ ഗവൺമെൻറ് ഇറക്കിയ, സോ അതിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ട് ഒരുപാട് ഇന്ത്യൻ കമ്പനീസിന് ഒരു പുതിയ പ്രചോദനം കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. സോ ഈ ഒരു PLI സ്കീം എന്നാണ് പറയുന്നത്, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് സ്കീം എന്നാണ് ഈ ഒരു സ്കീമിൻ്റെ പേര്. അതനുസരിച്ച് ഇൻക്രിമെൻറ്റ് സെയിൽസ് കൂടുകയാണെങ്കിൽ ആ കൂടിയ സെയിൽസിന് ഇൻസെൻറ്റീവ്സ് കിട്ടുന്നുണ്ട്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഈ വീഡിയോയിൽ പോകുന്നില്ല, കാരണം ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. സോ അപ്പോൾ അദ്ദേഹം രാഹുൽ ശർമ്മ പറഞ്ഞൊരു സംഭവമാണ്, ഈ ഒരു PLI സ്കീം കാരണം ഒരുപാട് ഇന്ത്യൻ മാനുഫാക്ചർ, എസ്പെഷ്യലി ഇലക്ട്രോണിക്സ്, കാരണം നമ്മൾ ഒരുപാട് ഇലക്ട്രോണിക്സ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് കൺസ്യൂം ചെയ്യുന്ന ഒരു കൺട്രി നമ്മുടെ ഇന്ത്യയാണ്. സ്പെഷ്യലി സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞൊരു ഇലക്ട്രോണിക് ഇഷ്ടം പോലെ എല്ലാവരുടെ കയ്യിലും 1-2 വെച്ചൊക്കെ ഉണ്ട്. ഓക്കെ, അത് ഏത് ലെവലായിക്കോട്ടെ, പക്ഷേ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ഫീൽഡ് നോക്കിയാൽ അങ്ങനെ അറിയപ്പെടുന്ന ഒരു വലിയ ബ്രാൻഡ് ഒന്നുമില്ല. ഇപ്പം തൽക്കാലമില്ല. വരുന്നുണ്ട് ഒരുപാട് ബ്രാൻഡുകൾ, പക്ഷെ അങ്ങനെ ഇപ്പം ഗ്ലോബലി അറിയപ്പെടുന്ന ബ്രാൻഡുകളൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ സ്വന്തം ഇന്ത്യൻ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറേഴ്സ്, അതായത് വലിയ തോതിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറീസിനൊക്കെ അതുകൊണ്ട് ഇൻസെൻറ്റീവ്സ് കിട്ടുന്നുണ്ട്, ബ്രാൻഡുകൾക്ക് ഇൻസെൻറ്റീവ്സ് കിട്ടുന്നുണ്ട്. സോ നല്ലൊരു കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം രാഹുൽ ശർമ്മ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, മൈക്രോമാക്സ് ഇത്തവണ വരുന്നത് ഒരു ലോങ് ടേം പ്ലാനുമായിട്ടാണ്. അല്ലാതെ ആൻറ്റി ചൈന ഒരു ഇമോഷൻ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് 2 ഫോൺസ് ഇറക്കി അതിൻ്റെ പ്രോഫിറ്റ് വാരി കൂട്ടി തിരിച്ചു പോകാൻ വേണ്ടി അല്ല വരുന്നത്. അവർ ലോങ് റണ്ണിന് വലിയൊരു ഓട്ടം, മാരത്തോൺ ആണ് ഓടാൻ പോകുന്നത് എന്നാണ് പുള്ളി പറയുന്നത്. മൈക്രോമാക്സിൻ്റെ പുതിയ ലൈനപ്പ്, അതായത് അടുത്ത മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്ന പുതിയ ലൈനപ്പിൻ്റെ പേരാണ് മൈക്രോമാക്സ് IN. സോ IN ലൈനപ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഷോർട്ട് ഫോം ആണ് IN. സോ ഈ ഒരു IN ലൈനപ്പിൽ വരാൻ പോകുന്ന ഫോൺസിൻ്റെ ചില ഫീച്ചേഴ്സും ചില ഇൻട്രസ്റ്റിംഗ് പോയിൻ്റൊക്കെ പുള്ളി ഷെയർ ചെയ്തിരുന്നു. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസിലാണ് വരാൻ പോകുന്നത്. ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം അങ്ങനെ ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു സ്കിന്നൊന്നും കാണത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിയയുടെ ഫോൺസിലും മോട്ടറോളയുടെ ഫോൺസിലും പിന്നെ OnePlusൻ്റെ ഫോൺസിലും ഒരു പരിധി വരെ OnePlusൻ്റെ ഫോൺസിലൊക്കെ കാണുന്ന ഒരു ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയിരിക്കും മൈക്രോമാക്സിൻ്റെ ഈ IN അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യ സീരീസിൽ കാണാൻ കഴിയുക. അദ്ദേഹം ഷെയർ ചെയ്ത സെക്കൻഡ് പോയിൻ്റാണ്, ഈ ഒരു IN സീരീസിൽ വരാൻ പോകുന്ന എല്ലാ ഫോൺസും
പെർഫോമൻസ് ബേസ്ഡ് ഫോണുകളായിരിക്കും. കാരണം ഈ മൈക്രോമാക്സ് തിരിച്ചു വരുന്നെന്ന് കേട്ടപ്പോൾ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ടായിരുന്നു മൈക്രോമാക്സിനെ. ഈ നമ്മുടെ മീഡിയ ടെക്കിൻ്റെ വില കുറഞ്ഞ P22 അല്ലെങ്കിൽ A35 അതുപോലത്തെ പ്രോസസ്സറാണ് വരാൻ പോകുന്നത്, അതുകൊണ്ട് ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പുള്ളിക്ക് അറിയാം ഇങ്ങനത്തെ കളിയാക്കലൊക്കെ ഇപ്പം നമ്മുടെ ഒരു ടെക് ഫീൽഡിൽ നടക്കുന്നുണ്ട്. പക്ഷേ പുള്ളി വളരെ വ്യക്തമാക്കി പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, ഗെയിമിംഗ്, അതായത് പെർഫോമൻസ് ഗെയിമിംഗ് ഓറിയൻറ്റഡ് ഫോൺസ് ആണ് ഈ ഒരു ഐ എൻ സീരീസിൽ മൈക്രോമാക്സ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും മീഡിയ ടെക്കിൻ്റെ പ്രൊസസ്സർ തന്നെയായിരിക്കും. കാരണം ക്വാൾകോമിൻ്റെ പ്രൊസസ്സർ ലേശം വില കൂടുതലാണ്. സോ മീഡിയ ടെക്കിനായാലും കുഴപ്പമൊന്നുമില്ല, കാരണം അത്യാവശ്യം നല്ല ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അതിപ്പം റെഡ്മി നോട്ട് 8 പ്രോ ആയാലും റിയൽമി 7 ആയാലും റിയൽമി 6 ആയാലും ഇതൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഫോൺസ് തന്നെയാണ് ഗെയിമിംഗ് പെർഫോമൻസ്. സോ എനിക്ക് തോന്നുന്നത് മിക്കവാറും ആ ഒരു മീഡിയ ടെക്കിൻ്റെ ഗെയിമിംഗ് ചിപ്സെറ്റുമായിട്ടായിരിക്കും വരാൻ പോകുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പായിട്ട് പറയാൻ കഴിയില്ല, കാരണം അങ്ങനെ പ്രൊസസ്സറിൻ്റെ ബ്രാൻഡോ അല്ലെങ്കിൽ മോഡലൊന്നും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അവർ പറഞ്ഞൊരു കാര്യമാണ്, ഈ P25 A35 വെച്ച് നോക്കുമ്പോൾ അത്രയൊന്നുമല്ല, അതുക്ക് മേലെ ആയിരിക്കും അവർ കൊണ്ടുവരാൻ പോകുന്നത്. അങ്ങനെയാണ് അവർ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അവർ ഷെയർ ചെയ്ത മൂന്നാമത്തെ പോയിൻ്റാണ്, ഇതൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ബ്ലോട്ട്വെയർസും ആഡ്സ് കാണില്ല എന്നാണ് അവർ പറയുന്നത്. സോ നമ്മളിപ്പം ഒരുപാട് ഫോൺസ്, അത് ചൈനീസ് ആയാലും നോൺ ചൈനീസ് ആയാലും കെട്ട് കണക്കിന് ബ്ലോട്ട്വെയർസ് ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കാണുന്നത്. പക്ഷേ ആ സെയിം ബ്ലോട്ട്വെയർസ് ഒരു മോട്ടറോളയുടെ ഫോൺ എടുത്താൽ അതിൽ കാണില്ല. അപ്പോൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ഉള്ള നോക്കിയയുടെ ഫോൺ എടുത്താൽ അതിൽ കാണില്ല. സോ ആ ഒരു എക്സ്പീരിയൻസ് തരാനാണ്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ മൈക്രോമാക്സ് ഇപ്പം പുതിയ ലൈനപ്പുമായിട്ട് വരാൻ പോകുന്നത്. സോ ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് വിത്തൗട്ട് ബ്ലോട്ട്വെയർ, വിത്തൗട്ട് ആഡ്സ്, അതൊക്കെയാണ് വരാൻ പോകുന്നത്. വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പം നമുക്കറിയാമല്ലോ, ചൈനീസ് ആയാലും നോൺ ചൈനീസ് ആയാലും ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ്, ഓക്കെ, സോ പ്രൈസ് സെഗ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സോ ഏത് പ്രൈസ് സെഗ്മെൻറ്റിലാണ് വരാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ സംഭവമാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോൺസ് വിൽക്കപ്പെടുന്നത് ഈ ഒരു 7,000, 10,000, 15,000, ഒരു 20,000 ഏറ്റവും മോസ്റ്റ് മിഡ് റേഞ്ച് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. സോ മാക്സിമം ഫോൺസ് ഈ ഒരു 15,000 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസ് റേഞ്ചാണ് മൈക്രോമാക്സ് ഈ ഒരു അറ്റ്ലീസ്റ്റ് ഈ ഒരു ഐ-എൻ ഫോൺ ലൈനപ്പിൽ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഏറ്റവും എൻട്രി ലെവൽ നോക്കുന്നില്ല, തൽക്കാലം 10, 15, 20 ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് അവർ ഫോൺസ് ഇറക്കാൻ പോകുന്നത്. ഇപ്പം നിലവിലുള്ള മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കിയാൽ 15,000 പ്രൈസ് റേഞ്ചിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോൺസ് റിയൽമിയുടെ സൈഡിൽ നിന്ന് ഒരുപാടുണ്ട്. അപ്പോൾ വെച്ചാൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഇഷ്ടംപോലെ ഫോൺസാണ് അവരുടെ, അതും മിക്ക എല്ലാ ഫോൺസും നല്ല രീതിയിൽ വിറ്റും പോകുന്നുണ്ട്. സോ ഫോർ എക്സാമ്പിൾ റിയൽമി 6, റിയൽമി 6i, റിയൽമി 7, ഇപ്പം നാർസോ 20 സീരീസ് വന്നിട്ടുണ്ട്, നാർസോ 20 പ്രോ 20 ഒക്കെ ഉണ്ട്. ഈ ഒരു 10,000, 15,000 റേഞ്ചിൽ ഇഷ്ടംപോലെ ഫോൺസാണ്. അതുപോലെ തന്നെ ഷവോമിക്കും ഫോൺസ് ഉണ്ട് ഇതേ പ്രൈസ് സെഗ്മെൻറ്റിൽ, നോട്ട് 9 പ്രോ, പിന്നെ ഷവോമിയുടെ സബ് ബ്രാൻഡ് എടുത്താൽ പോക്കോ ഇപ്പം കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ബ്രാൻഡാണ്, എന്നാലും പോക്കോയ്ക്ക് ഉണ്ട്, പോക്കോ M2 പ്രോ ഉണ്ട്. ഒരുപാട് ഫോൺസ് ഉണ്ട് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഇഷ്ടം പോലെ. അപ്പോൾ മീഡിയ ടെക്കിൻ്റെ പ്രൊസസ്സർ മാത്രം എടുക്കുകയാണെങ്കിൽ റിയൽമിക്കാണ് കൂടുതൽ ഫോൺസ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ. സോ എങ്ങനെയായിരിക്കും ഈ ഒരു റിയൽമി, ഷവോമി, ഇപ്പം ജയൻ്റ് എന്ന് പറയപ്പെടുന്ന റിയൽമി, ഷവോമി, സാംസങ് എന്ന ഈ ബ്രാൻഡുകളുമായിട്ട് എങ്ങനെയാണ് മൈക്രോമാക്സിന് കമ്പീറ്റ് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മൈക്രോമാക്സ് നിങ്ങളൊരു മൈക്രോമാക്സ് ഫോൺ വാങ്ങിയാൽ എങ്ങനെയാണ് ഒരു ഫോൺ മാറി നിൽക്കുന്നത്? കാരണം ഫസ്റ്റ് ഇറങ്ങുമ്പോൾ ആ ഒരു ഓളത്തിൽ നമ്മളെല്ലാവരും വാങ്ങും, അത് തീർച്ചയാണ്. കാരണം ഇന്ത്യൻ കമ്പനി ഒരു ഫോൺ ഇറക്കുമ്പോൾ നമ്മൾ ആ ഒരു ഓളത്തിൽ എന്തായാലും വാങ്ങും. പക്ഷേ ആ ഒരു ക്രേസ് നിലനിർത്താൻ പറ്റണം, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സെയിൽ കഴിയുമ്പോഴേക്കും എല്ലാവരും തിരിച്ച് ബാക്കി പഴയ കമ്പനിയിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും മൈക്രോമാക്സിന് ഫസ്റ്റാണ് വളരെ എഗ്രസീവ് പ്രൈസിങ് ചെയ്യേണ്ടി വരും. അത്രമാത്രം കോമ്പറ്റീഷനാണ് ഈ ഒരു സ്പെഷ്യലി ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ, അല്ലെങ്കിൽ മിഡ് റേഞ്ച് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ. സോ നല്ലൊരു പ്രൈസിങ് ഉണ്ടെങ്കിൽ, അതിനോടൊപ്പം തന്നെ നല്ലൊരു സ്പെസിഫിക്കേഷൻസ് വരുന്നുണ്ടെങ്കിൽ, കാരണം പണ്ടൊക്കെ ഈ ഒരു ഗെയിമിങ്ങും പിന്നെ പെർഫോമൻസ് ഒക്കെ നോക്കാത്ത സമയത്തൊക്കെ ഒരുപാട് പേർക്ക് അങ്ങനെ അത്ര അറിയില്ലായിരുന്നു ഈ ഒരു ചിപ്സെറ്റിനെ കുറിച്ചൊക്കെ. പക്ഷേ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, ഏത് ചിപ്സെറ്റാണ്, ഏത് സെൻസറാണ്, അല്ലെ എത്ര ക്യാമറയുണ്ട്, നമ്മളെല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് ഇപ്പം. സോ അതുകൊണ്ട് തന്നെ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നല്ലൊരു ഫോൺ തന്നെ ഇറക്കേണ്ടി വരും, അത് ഷുവർ ഷോട്ടാണ്. നെക്സ്റ്റ് ആണ്, ഇപ്പം ഞാൻ സോഫ്റ്റ്വെയറെ കുറിച്ച് പറയാതിരുന്നതാണ്, പക്ഷേ സോഫ്റ്റ്വെയർ എന്തായാലും അദ്ദേഹം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ശരിക്കുള്ള സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഒരുപാട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ സ്വന്തം ഫോർ എക്സാമ്പിൾ MIUI ആണെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് ഡേറ്റാബേസ്, ഒരുപാട് ഡെവലപ്മെൻറ്റൊക്കെ വേണം. കാരണം എല്ലാം തവണ ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് ഒരു അപ്ഡേറ്റ് വരുമ്പം അതിൻ്റെ മേളിൽ പണിഞ്ഞിട്ട് വേണം ഒരു പുതിയ UI ഇറക്കാൻ. പക്ഷേ ഇവിടെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ ഫസ്റ്റ് അപ്ഡേറ്റ് പെട്ടെന്ന് കിട്ടും, പിന്നെ ഒരുപാട് വർക്കിൻ്റെ ആവശ്യമില്ല.
ഓക്കെ, പുതിയ UI അതിൻ്റെ മേളിൽ പുതിയ സംഭവങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഓൾറെഡി കിട്ടിയ ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയ സംഭവം തന്നെ ഇട്ട് നമുക്ക് തരാം. സോ അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ആഡ്സും ബ്ലോട്ട്വെയർസും ഒഴിവാക്കുന്നതുകൊണ്ട് അവർക്ക് മാറി നിൽക്കാൻ കഴിയും. കാരണം ഇപ്പോൾ എല്ലാം ചൈനീസ് കമ്പനീസിൽ ഇഷ്ടം പോലെ ആഡ്സും ബ്ലോട്ട്വെയർസ് ആണ് വരുന്നത്. സ്പെഷ്യലി ഷവമി ഫോൺസിൽ ഒരുപാട് ക്രിറ്റിസിസം കിട്ടിയ ഒരു സംഭവമാണ് ഈ ഒരു എന്താ പറയുക ആഡിൻ്റെയും ബ്ലോട്ട്വെയറിൻ്റെ സിറ്റുവേഷൻ. സാംസങ്ങിൻ്റെ ഫോൺസിനും ഇപ്പം ഇഷ്ടം പോലെ ബ്ലോട്ട്വെയർസ് വരുന്നുണ്ട്. സെയിം ആണ് റിയൽമിയുടെ വരുന്നുണ്ട്. റിയൽമി ചെറുതായിട്ട് ഇപ്പം കുറച്ചിട്ടുണ്ട്. ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസിലേക്ക് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് റിയൽമി UI. ഇപ്പം ഒരുപാട് പേര് മൈക്രോമാക്സ് എന്ന കമ്പനിയെ വളരെ നിസ്സാരമായിട്ട് കാണുന്നുണ്ടെങ്കിലും ഒരു സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോൺസ് വിറ്റുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് മൈക്രോമാക്സ്. ഈവൻ വേൾഡിൽ ഒരു സമയത്ത് ലോകത്തിലെ ടോപ്പ് 10 കമ്പനീസിൽ മൈക്രോമാക്സ് ഉണ്ടായിരുന്നു. അത്രമാത്രം സെയിൽസ് ആയിരുന്നു മൈക്രോമാക്സ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഫോൺസാണ് അവർ വിറ്റത്. സോ അങ്ങനെ നോക്കുമ്പം വലിയൊരു ജയൻറ്റ് കമ്പനി തന്നെയായിരുന്നു. പക്ഷേ ഒരുപാട് കാരണവശാൽ ആ ഒരു ചൈനീസ് കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്നപ്പോഴേക്കും മൈക്രോമാക്സിന് ഡിമാൻഡ് കുറഞ്ഞു. പിന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ആഫ്റ്റർ സെയിൽസ് ഇഷ്യൂ, പിന്നെ റിപ്പയറിംഗിൻ്റെ ഇഷ്യൂ. എന്നെ ശരിക്കും ഇംപ്രസ് ചെയ്തൊരു സംഭവമാണ് അദ്ദേഹം പറഞ്ഞൊരു സംഭവമാണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ. രാഹുൽ ശർമ്മ പറഞ്ഞതനുസരിച്ച് ഇനി മൈക്രോമാക്സ് ഒന്നുകൂടെ തിരിച്ചു വരവ് നടത്തുമ്പം ബാക്കി എല്ലാ കമ്പനികളുടെ സെയിൽസ് അങ്ങ് തൂത്തുവാരും, ബാക്കി എല്ലാ കമ്പനികളെല്ലാം സ്ഥലം കാലിയാക്കും, അങ്ങനെ ഒന്നും അവർ അവകാശപ്പെടുന്നില്ല. സോ അങ്ങനത്തെ ഒരു അവകാശമില്ല. അവർക്ക് ആകെ വേണ്ടത് നമ്മുടെ സപ്പോർട്ടാണ്. നമ്മുടെ സപ്പോർട്ട് പണ്ട് കിട്ടിയ മൈക്രോമാക്സിന് കിട്ടിയ ഒരു സപ്പോർട്ടും വിശ്വാസം ഉണ്ടെങ്കിൽ അവർ പറഞ്ഞൊരു സംഭവമാണ്, നിങ്ങൾ ബാക്കി വേറെ ഒരു ഫോൺ, അപ്പോൾ ഷവമിയോ റിയൽമിയോ സാംസങ് അങ്ങനത്തെ ഒരു ഫോൺ വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ മൈക്രോമാക്സ് എന്ന ഫോൺ ആ മാർക്കറ്റിലുണ്ടെങ്കിൽ, ആ ഒരു ഷോപ്പിലുണ്ടെങ്കിൽ അതിലേക്ക് ഒന്ന് നോക്കുക, ഒന്ന് ട്രൈ ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കുക. സോ അതിന് കൂടുതലൊന്നും അവർ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവർ ഇത്തവണ വരാൻ പോകുന്നത് പൂർവാധിക ശക്തിയോടെയാണ്. അങ്ങനെയാണ് അവർ പറയുന്നത്. അവർക്ക് ആകെ വേണ്ടത് നമ്മുടെ സപ്പോർട്ടാണ്. സോ ഞാൻ ഷുവർലി സപ്പോർട്ടിലാണ്. സോ പ്യൂർലി ഇന്ത്യൻ ബ്രാൻഡ്, അതും മൈക്രോമാക്സ് പോലത്തെ ഒരു ബ്രാൻഡ് ഒരു സെക്കൻഡ് ഇന്നിങ്സ് എന്ന് പറയാം. സെക്കൻഡ് ഇന്നിങ്സ് തുടങ്ങുമ്പോൾ നമ്മളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. നല്ല ഫോൺസ് ഇറക്കുക, അതാണ് മെയിൻ സംഭവം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള വാല്യൂ ഫോർ മണി ഫോൺസ് ഇറക്കുക. പിന്നെ പോസിറ്റീവ് നെഗറ്റീവ്സ് എന്തായാലും കാണും. സോ അത് രണ്ടും കേട്ട്, നെഗറ്റീവ്സും കേട്ട് ഇനിയും അടുത്ത ജനറേഷൻ ഇമ്പ്രൂവ് ചെയ്ത് വന്നാൽ എനിക്ക് തോന്നുന്നത് ശരിക്കും മൈക്രോമാക്സിന് ഒന്നുകൂടെ ഒരു ഇടം പിടിക്കാൻ പറ്റും ഇപ്പോഴത്തെ വളരെ കോമ്പറ്റീഷനുള്ള സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ. നമുക്ക് എന്തായാലും നോക്കാം. ഒരുപാട് സമയമൊന്നുമില്ല. എന്തായാലും മിക്കവാറും നവംബറിൽ എന്തായാലും ഒരു ലോഞ്ച് കാണുന്ന അങ്ങനെയാണ് അവർ പറയുന്നത്. സോ പ്രതീക്ഷയോടെ നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ, ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.